നമസ്കാരം. ജനവിധി വന്ന് പുതിയ UDF സർക്കാർ അധികാരമേറ്റ് മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിന്റെ ഭാവി വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ ബഡ്ജറ്റ് ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തുന്ന പ്രസ്താവനകൾ കേട്ട് ചിരിക്കാത്തവരായി ആരുമുണ്ടാകില്ല. ഈ ബഡ്ജറ്റിൽ ഭാവി കേരളത്തിനുള്ള ബ്ലൂ പ്രിന്റ് ഇല്ല. തങ്ങൾ മാർച്ചിൽ 6300 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചാണ് ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നത്. കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്താൻ പുതിയ സർക്കാർ ധവളപത്രം ഇറക്കിയത് വെറും രാഷ്ട്രീയ ആക്ഷേപമാണ് എന്നാണ് പിണറായി വിജയൻ തട്ടിവിടുന്നത്. അല്ല പ്രതിപക്ഷ നേതാവെ, കേരളത്തെ 5 ലക്ഷം കോടിയുടെ കടുത്ത കടക്കണിയിലാക്കി ശമ്പളവും പെൻഷനും പോലും കൊടുക്കാൻ കാശില്ലാതെ നാണം കെടുത്തിയിട്ടാണ് താങ്കൾ കസേരയിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടാണ് ഇപ്പോൾ പുതിയ ബഡ്ജറ്റിനെ കുറ്റം പറയാൻ വരുന്നത്. ഇരുണ്ട 10 വർഷത്തെ തകർച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബഡ്ജറ്റാണ് VD സതീശൻ അവതരിപ്പിച്ചത്. ഇത് വായിച്ചു മനസ്സിലാക്കാൻ തന്നെ പ്രതിപക്ഷ നേതാവിന് മിനിമം 2 ആഴ്ചയെങ്കിലും എടുക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇരുന്ന് നന്നായി പഠിച്ചു വന്ന് പ്രസംഗിക്കുന്നതാവും നിങ്ങൾക്ക് നല്ലത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എടുത്തു നോക്കിയാൽ ഗെയിൻ പൈപ്പ് ലൈൻ, കൊച്ചി വാട്ടർ മെട്രോ, ദേശീയപാത വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുപ്പ് എന്നിവയൊക്കെ നടപ്പിലായ പദ്ധതികളാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം സാധാരണക്കാരന്റെ നികുതി പണം കോടികൾ മുടക്കി താങ്കൾ നടത്തിയ വൻ ധൂർത്തുകൾ ഈ കേരളം മറന്നിട്ടില്ല. കോടികൾ പൊടിച്ചു നടത്തിയ വലിയൊരു PR സ്റ്റണ്ടായ നവകേരള സദസ് ഓർമ്മയുണ്ടോ? പരാതികൾ സ്വീകരിക്കാൻ എന്ന പേരിൽ VIP ബസ്സിൽ നാട് നീളെ കറങ്ങിയിട്ട് സാധാരണക്കാരന് കൃത്യമായ യാതൊരു നീതിയോ ആശ്വാസമോ കിട്ടിയില്ല. അതുമാത്രമാണോ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കോടികൾ മുടക്കി നടത്തിയ ലോക കേരള സഭയും കേരളീയവും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു? ലക്ഷങ്ങൾ പൊതുമുതലെടുത്ത് ക്ലിഫ് ഹൗസിൽ നിർമ്മിച്ച VIP കാലിത്തൊഴുത്തും ചുറ്റുമതിലും സ്വിമ്മിംഗ് പൂളും ഏത് വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ആയിരുന്നു പ്രതിപക്ഷ നേതാവേ? പോലീസിന്റെ പേരിൽ കോടികൾ വാടക നൽകി താങ്കൾക്ക് ആകാശത്ത് പറക്കാൻ കൊണ്ടുവന്ന വാടക ഹെലികോപ്റ്റർ കേരളത്തിനുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത എത്ര വലുതായിരുന്നു? ഈ ധൂർത്തുകൾ നടത്തിയവരാണെന്ന് പുതിയ സർക്കാരിന്റെ ധവളപത്രത്തെയും ബഡ്ജറ്റിനെയും കുറ്റപ്പെടുത്തുന്നത്. തന്റെ നവകേരള സ്വപ്നം പുതിയ സർക്കാർ ഉപേക്ഷിച്ചു എന്നാണ് പിണറായി വിജയൻ ബഡ്ജറ്റിന് ശേഷം വിലപിച്ചത്. എന്തായിരുന്നു ആ സ്വപ്ന പദ്ധതികളെന്ന് നമുക്കൊന്ന് നോക്കാം. K-Phone, BSNL അടക്കമുള്ള കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് തരുമ്പോൾ ജനങ്ങൾക്ക് യാതൊരു ഡിമാൻഡും ഇല്ലാത്ത ഈ പദ്ധതിക്കായി താങ്കൾ വെറുതെ വെള്ളത്തിൽ ഒഴുക്കിയത് 1600 കോടിയോളം രൂപയാണ്. സിൽവർ ലൈൻ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുമെന്ന് ഉറപ്പുള്ള പദ്ധതിയായിരുന്നു. ജനങ്ങളുടെ നെഞ്ചത്ത് കുറ്റിയടിച്ചും കോടികൾ ചിലവാക്കി കല്ലിട്ടതുമല്ലാതെ ഒടുവിൽ ഒന്നും നടന്നില്ല. ഉൾനാടൻ ജലഗതാഗതം 35,000 കോടി പ്രതീക്ഷിച്ച പദ്ധതിയിൽ കോടികൾ മുടക്കി മണ്ണ് മാറ്റിയിട്ടതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 200 മീറ്റർ ദൂരത്തിൽ ചെറിയ ബോട്ടിൽ ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തി താങ്കൾ നാണം കിട്ടും. കോക്കോണിക്സ് ലാപ്ടോപ്പ് സംസ്ഥാനം സ്വന്തമായി ലാപ്ടോപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ വലിയൊരു തള്ളായിരുന്നു. ലാപ്ടോപ്പും വന്നില്ല, പദ്ധതി എങ്ങും എത്തിയതുമില്ല. വാക്സിൻ നിർമ്മാണ യൂണിറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചേർന്ന് കെട്ടിടം പണിത് ബോർഡ് വെച്ചതല്ലാതെ ഇന്ന് വരെ ഒരൊറ്റ വാക്സിൻ പോലും അവിടെ ഉണ്ടായിട്ടില്ല. ആഴക്കടൽ മത്സ്യബന്ധന കരാർ വഴി വിദേശ കമ്പനിയുമായി ഇടപാട് നടത്തിയിട്ട് ആദ്യം കള്ളം പറയുകയും തെളിവ് പുറത്തു വന്നപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. സ്പേസ് പാർക്ക് പദ്ധതിയാകട്ടെ സ്വർണ്ണക്കടത്ത് വന്നതോടെ എങ്ങും എത്താതെ പൊളിയുകയും ചെയ്തു. ഇത്രയും പരാജയപ്പെട്ട സ്വപ്ന പദ്ധതികളും വൻ അഴിമതികളും മാത്രം സമ്മാനിച്ച പിണറായി വിജയനാണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിന്റെ ദാരിദ്ര്യം മുഴുവൻ താൻ നിർമ്മാർജ്ജനം ചെയ്തു എന്ന്. ഇപ്പോൾ അതൊന്നും ബഡ്ജറ്റിൽ ഇല്ലത്രേ. അല്ല പ്രതിപക്ഷ നേതാവെ, കടക്കെണി കൊണ്ട് സാധാരണക്കാരൻ ജീവൻ ഒടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിട്ട് ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് സ്വയം തള്ളാൻ താങ്കൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? പിന്നെ പഴങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഇല്ലെന്ന് പറഞ്ഞാണ് അടുത്ത വിലാപം. വൻകിട കമ്പനികൾക്ക് മദ്യം നിർമ്മിക്കാനുള്ള അവസരമാണോ എന്ന് സംശയമുണ്ടത്രേ. തോറ്റു തുന്നമ്പാടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും മദ്യത്തിന്റെ കാര്യം ഓർക്കാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ, അതിനെയാണ് കേരളം കൈയടിച്ച് പരിഹസിക്കുന്നത്. പദ്ധതികളിൽ ഒപ്പിട്ട് കാശും വാങ്ങി പോക്കറ്റിലിട്ട് അല്ലെങ്കിൽ കേരളത്തെ കടക്കണിയിലാക്കിയിട്ട് ഇപ്പോൾ സുതാര്യമായ പുതിയ ബഡ്ജറ്റിനെതിരെ സംസാരിക്കാൻ വാക്കും പ്രവൃത്തിയും രണ്ടായ പിണറായി വിജയന് മാത്രമേ കഴിയുകയുള്ളൂ. കാർഷിക മേഖലയ്ക്കും റബ്ബറിനും നെല്ലിനും വരെ കൃത്യമായ സഹായങ്ങൾ പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്കായി 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടക്കമുള്ള ഉറപ്പുകളുമായി മുന്നോട്ട് പോകുന്ന പുതിയ സതീശൻ സർക്കാരിന്റെ ബഡ്ജറ്റ് കേരളത്തിന്റെ യഥാർത്ഥ വികസനത്തിനുള്ളതാണ്. അത് മനസ്സിലാക്കാൻ പ്രതിപക്ഷ നേതാവും ഗോവിന്ദൻ മാഷും 2 ആഴ്ച എടുത്ത് നന്നായിട്ടൊന്ന് പഠിക്കണം.